നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട രീതികളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണം, അതിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ ഫെസ്റ്റിവൽ സ്പെഷ്യലായിട്ട് ഈസ്റ്റർ ഡേയിലേക്ക് വൈറ്റ് അക്കോബയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. കാരണം എത്ര പെട്ടെന്ന് അയപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. DTDC മാത്രമേ ഓപ്റ്റ് ചെയ്യാവുള്ളൂ കേട്ടോ, ഹോം ഡെലിവറി ഇല്ലെങ്കിൽ പോലും. കാരണം ഇനി ഇത് പെട്ടെന്ന് കിട്ടി വൈറ്റ് ഹക്കോബ ചോദിക്കുന്നവർക്കായിട്ട് ഇതാ വൈറ്റ് ഹക്കോബയിൽ ഒരു ഡിസൈൻ ഇങ്ങനെ ഇത് വരുന്നത്. ഇതൊരു മിൽക്കി വൈറ്റ് എന്ന് പറയാം. നമ്മൾ ഓഫ് വൈറ്റും അല്ല സൂപ്പർ വൈറ്റും അല്ലാത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു വൈറ്റ് ഇതാ ഇങ്ങനെ വരുന്ന ഡിസൈൻ. 52 ഇഞ്ചാണ് വിടുത്ത് വരിക. ഓൾമോസ്റ്റ് ഒരു 50 ഇഞ്ചോളം വർക്ക് വരുന്ന ഇങ്ങനെ വരുന്ന ഹക്കോബ, വൈറ്റ് ഹക്കോബ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വേണേ. അർജൻറ്റ് വേണ്ടവർ നിങ്ങളുടെ ഓർഡർ അയച്ചു എന്നുള്ള ഉറപ്പ് വരുത്തണം. കാരണം പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള ഇതിൽ നിങ്ങൾ സ്പീഡപ്പ് ആക്കിയാലേ നടക്കുള്ളൂ കേട്ടോ. കാരണം നമുക്ക് തിരക്കുള്ള സമയമാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇത് വൈറ്റ് കോട്ടൺ ബുട്ട. കോട്ടൺ ബുട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. സിന്തറ്റിക് മെറ്റീരിയൽസ് ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ ഈ പ്ലീറ്റഡ് മോഡൽ ചെയ്യിക്കാനോ എയർലൈൻ ചെയ്യിക്കാനോ ചെയ്തൊക്കെ വെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. എന്നാൽ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് തമ്മിൽ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് കോട്ടൺ ബുട്ടയിൽ ടോപ്പ് ചെയ്തിട്ട് വൈറ്റ് അക്കോപ്പ കൊണ്ട് യോക്ക് പോലെ, അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് ഇത് വെച്ചിട്ട് ബാക്ക് പീസ് ഇത് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതും ബിഗ് വിഡ്ത്ത് തന്നെയാണ് വരുന്നത്. 56 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. 200 റുപ്പീസ്, 200 രൂപ വരുന്നു. കോട്ടൺ ബുട്ട ഫാബ്രിക്കാണ്, സോഫ്റ്റ് കോട്ടണിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ രണ്ട് ഫാബ്രിക്കും ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി ഡെനിമിന് വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് വേണ്ടി ഇഷ്ടം പോലെ ഡെനിം, ഒരുപാട് വെറൈറ്റി ഡെനിമിൽ ഒരുപാട് വെറൈറ്റീസാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഡെനിമിനെല്ലാം കാണുമ്പോൾ ഇവരെ നമുക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. ഇപ്പോൾ ഞാൻ ഇൻട്രോ ആയിട്ട് തന്നെ പറയുകയാണ്. ഈ ഹക്കോബ് കൊണ്ട് നല്ലൊരു ക്രോപ്പ് ടോപ്പോ എങ്ങനത്തെ ജീൻസിൻ്റെ പോലത്തെ ടോപ്പോ ഒക്കെ ചെയ്തിട്ട് ഈ ഡെനിം കൊണ്ടെല്ലാം മിഡി സ്കേർട്ട് അല്ലെങ്കിൽ സ്കേർട്ട് പലാസോ പോലെ, ലൂസ് പലാസോ പോലെ, ഫ്രണ്ട് ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് ലൂസ് പാൻറ്റ് മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഇതിനെല്ലാം ചേരും ഈ ഹക്കോബ. അപ്പോൾ ഹക്കോബയിൽ ഷോർട്ട് ടോപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 1 മീറ്ററിൽ ക്രോപ്പ് ടോപ്പ് പോലെ യങ്സ്റ്റേഴ്സിനെ പറയുന്നത് അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഡെനിമിന് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ. ഇനി ഞാൻ ഡെനിമിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് എത്തിയിട്ടുണ്ട്, അതെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് ഇട്ടോളൂ. ഇതെല്ലാം നമ്മൾ ഡെനിം, ഹെവി ഡെനിമാണ്. ഡെനിം ഫാബ്രിക് വരുന്നു. എല്ലാം വരുന്നത് ബിഗ് വിഡ്ത്തിലാണ്. ചിലത് ഇതിപ്പോൾ ഒരു 56, 58 ഉണ്ടാവും. ഇത് 60 വരുന്നതുണ്ട്. 58 to 60, 56 to 60 ഇഞ്ചോളാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജാക്കറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കുർത്തി. പിന്നെ ഒട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊരു കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഡെനിമാ തോന്നുന്നു കമ്പാരിറ്റീവ്. ലൈനിങ് ആവശ്യമില്ല. ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും പറ്റും. പക്ഷേ എയർ പാസേജ് കുറവുള്ള ഫാബ്രിക്കാണ്, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹെവി ഫാബ്രിക്കാണ് ഡെനിം എന്ന് പറയുന്നത്. അതെങ്ങനെ വരുന്നു ഇത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസൈനിങ് ഇതൊരു ബ്ലൂവിലാണ് വരുന്നത്, നേവി ബ്ലൂവിലാണ് വരുന്നത്. ഡാർക്ക് നമ്മൾ ആ ജീൻസിൻ്റെ പോലത്തെ വരുന്ന ബ്ലൂ ഇതിലാണ് വരുന്നത്. മിഡി ചെയ്യാൻ, കോട്ട് ചെയ്യാൻ ഒക്കെ നല്ലതാണ്. കുർത്തി ചെയ്യാനാണെങ്കിലും നല്ലതാണ്. പക്ഷേ ഹെവിയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളൊരു ബ്രീത്തബിൾ ഫാബ്രിക് അല്ല, തിക്കായിട്ടുള്ള വൂവൺ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ഡെനിം 280 റുപ്പീസ്, ഇപ്പം 280 രൂപ ഫസ്റ്റ് പ്രിൻ്റ് ഇത്. ഇനി അതിൽ തന്നെ അതിൻ്റെ സെയിം പ്ലെയിൻ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ. ഇനി ഡിസൈനിങ് കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ ഒരുപാട് വെറൈറ്റീസ് പെട്ടെന്ന് കാണിച്ചു പോകും. ഇതെങ്ങനെ വരുന്നു. ഹെവി ഡെനിമാണ്. ഇതൊരു 60 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട്. 280 റുപ്പീസ്, 280 രൂപ ഇങ്ങനെ വരുന്നു. ഇനി നെക്സ്റ്റ് അതേ ബ്ലൂവിൽ തന്നെ ഡോട്ട്സ് അല്ല, ഇതൊരു ക്രോസാണ് വരുന്നത്. ഒരു സ്റ്റാറാണോ ക്രോസാണ്, ഇതങ്ങനെ ഇതാണ് കുഞ്ഞ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ. എല്ലാം ഹെവി ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ഡെനിം ലൈനിങ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജാക്കറ്റ് ടൈപ്പ് കുർത്തികൾ എന്ത് വേണേലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. ഇത് പക്ക അങ്ങനെ നമ്മൾ ബ്രീത്തബിൾ, അജ്രക്ക്, ഹാൻഡ് ബ്ലോക്ക് അങ്ങനെ ഇട്ട് ശീലിച്ചവർക്ക് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയില്ല. ഇതിൻ്റെ ഡെനിം നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഓരോന്നിൻ്റെ വ്യത്യാസം. ഇത് കുറച്ച് തിക്ക് ഫാബ്രിക്കാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ 3 കളർ അത് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് മാറില്ലല്ലോ. സ്ക്രീൻഷോട്ട് ഇതൊരു ക്രോസ് പോലെ വരുന്ന അതങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡോട്ട് വരുന്നത് ഒരു ബ്ലാക്ക് എന്ന് പറയുമല്ലോ, ഗ്രേ, ഡാർക്ക് ഗ്രേ ആണിത്. ഇങ്ങനെ വരുന്നു. ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഗ്രേ ആണ്. ഇതൊരു ബ്ലാക്ക് എന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷേ ഒരു ഇങ്ങനെ പറയില്ലേ, ഒരു എലിഫൻറ്റ് ഗ്രേ എന്ന് പറയുന്ന സംഭവം തോന്നുന്നില്ല, കുറച്ചൊരു ഇത്. അതിൻ്റെ അകവശം കണ്ടോ ഇങ്ങനെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതുകൊണ്ട് പ്രിൻസസ് കട്ട് കുർത്തി അല്ലെങ്കിൽ 3 പീസ് കുർത്തി ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെ കൊടുക്കാം. തിരിച്ച് മറിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ഇനി യോക്ക് പോലെ ഇത് ഈ ഒരു പോർഷൻ കൊടുത്തിട്ട് ബാക്കി കുർത്തിയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ ഇതിങ്ങനെ പാനൽ കട്ടായിട്ട് മിഡി ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഡെനിം മിസ്സാക്കണ്ട. ഹക്കോബയിലൊരു ടോപ്പും ഡെനിമിലൊരു മിഡിയും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ടി വെയർ പോലെ തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ വരുന്നു, ഇത് 280 rupees, 280 രൂപ. അപ്പോൾ ബ്ലാക്ക് എലിഫൻറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലാക്കിൽ, ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇനി അതിൻ്റെ കൂടെ ഇത് പെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് ടോപ്പ്, ഇത് മിഡി പറഞ്ഞിട്ട് അങ്ങനെ. നമ്മൾ ആദ്യം കണ്ട ബ്ലൂ കാറ്റഗറിയിൽ അത് 3 വന്നു. ഇതിൽ ഈ ഒരു ബ്ലാക്ക് വരുന്നതിൽ ഇങ്ങനെ വന്നു. ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഡെനിമിൽ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ വരുന്നു ഇങ്ങനെ. അപ്പോൾ എത്ര വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക. 3 നമ്പറിലും അയച്ചിടണ്ട കേട്ടോ. ഒറ്റ നമ്പറിൽ മാത്രം അയച്ചാൽ മതി. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിന് സൊല്യൂഷൻ ഉള്ളൂ. പെട്ടെന്ന് മെസ്സേജിൽ റിപ്ലൈ കിട്ടില്ല. കാരണം ഇപ്പോൾ നോമ്പും കൂടെ ആയതുകൊണ്ട് അവർ സ്റ്റാഫിന് വർക്കിംഗ് ടൈം വളരെ കുറവാണ്. എങ്കിലും അവർ 1 by 1 ആയിട്ട് നോക്കി വരും. അപ്പോൾ അതിനുള്ള പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും തമ്മിൽ വ്യത്യാസത കണ്ടോ. ഇതൊരു ബ്ലാക്ക്, അതിൻ്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ എന്ന് പറയാം. ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഡെനിമിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഡെനിമിൽ പുതിയ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത് മിസ്സാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലൂവിൻ്റെ കൂടെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഹെവിയാണിത്. ഉണ്ടോ ഇങ്ങനെ ഇത്ര വ്യത്യാസം ഇതുണ്ട്. എങ്കിൽ പോലും നമുക്ക് മിഡി ടോപ്പ് ചെയ്യുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യും. ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ലേസ് മിഡിയുടെ താഴെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഫോർമൽ കം കാഷ്വൽ വെയർ ആയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോറൽ ഡിസൈനിൽ ഡെനിം വരുന്നു. ഇനി ഫ്ലോറൽ പാറ്റേണിൽ തന്നെ വേറെ ഡിസൈൻ ഇങ്ങനെ. ഇതിനേക്കാളും ഒരു പൊടിക്ക് ഒന്നും കൂടെ ഗ്രേ കളർ ഒന്നുകൂടെ കൂടിയ ഒരു ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആണെങ്കിൽ പോലും ഇതിൽ ആ ബ്ലൂവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ട് ജസ്റ്റ് ഒരു ലൈറ്റർ ഷെയ്ഡാണ് വരുന്നത്. ഇതിങ്ങനെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയതാണ് വരുന്നത് ഇങ്ങനെ. ഇനി അടുത്തത് അതിൽ വരുന്നത് ഇത് സ്റ്റാർസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർസ് ഉണ്ട്, ഡോട്ട്സ് ഉണ്ട്, ക്രോസ് ഉണ്ട്. അപ്പോൾ ഡെനിമിൽ 1 2 3 4 5 6 7 8 ഡിസൈനും പ്ലെയിനും എല്ലാം കൂടി 8 വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഓൾ അണ്ടർ വൺ റൂഫ്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഡെനിം വരില്ല. അപ്പോൾ ഈ ചാൻസ് മിസ്സാക്കണ്ട, പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ ചോദിക്കും ചേച്ചി ബ്ലാക്ക് ഡെനിം പ്ലെയിൻ കൊണ്ടുവരാത്ത എന്താണ്? ഞാൻ ഏതാണോ കൊണ്ടുവരാത്തത്. ഇത് മക്കളെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ദോശ ഉണ്ടാക്കിയില്ലേ ചോദിക്കുന്നത്. അതേപോലെയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ഓരോന്നായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഈ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ സമയമില്ല. മുമ്പോട്ട് ഓരോരോ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ഏതാണോ അതെടുക്കുക. പ്രാക്ടിക്കലി അറിയാം. ചിലർ പറയും എങ്ങനെയും ഓരോ വീഡിയോയിൽ കാണുമ്പോഴും എടുക്കുക. പക്ഷേ ഏറ്റവും ഇഷ്ടമായത് നോക്കിയെടുക്കല്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ കിട്ടുന്നിടത്തോളം പെട്ടെന്ന് കൊണ്ട്. പിന്നെ ഒട്ടും വിഷമിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞു പോയ സിക്സാഗ് ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നത് അത് നമുക്ക് ലക്കിലി ഇനിയും കിട്ടുന്നുണ്ട്. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് അതൊരു വിതിൻ 10 days എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ ഒരുപാട് ഡിലേ ആണ്. അതുകൊണ്ടാണ് മൊഡാൾ സിൽക്കൊക്കെ വരാൻ താമസം വരുന്നത്. സംഭവം പോന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എത്തിക്കിട്ടണ്ടേ. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് പ്രിൻറ്റഡ് കാന്ത. നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ പ്രിൻറ്റഡ് കാന്തയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിൽ പ്രിൻറ്റഡ് കാന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. 44 inch വിഡ്ത്ത്, 130 rupees per meter, 130 രൂപ. ഇങ്ങനെ വരുന്നു. നല്ല ഫ്ലോറൽ ഡിസൈൻ. ഇതിന് നൈറ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ്. ലൈനിങ് ഇട്ട് ചെയ്യേണ്ടവർക്ക് കനം കുറഞ്ഞൊരു ലൈനിങ് കൊടുത്താലും നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ബോട്ടം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ബോട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ 44 inch വിഡ്ത്ത്, 130 തന്നെ. അപ്പോൾ പിങ്ക് ലവേഴ്സിന് ഇനിയിപ്പോൾ ഇതിങ്ങനെ കോളർ നെക്ക് കുർത്തിയൊക്കെ ഇങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ പിങ്ക് ഹക്കോബ പിങ്ക് ഇക്കത്ത് കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിരുന്നു. അതിൻ്റെ കൂടെ ബോട്ടായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അത് നമ്മൾ കോട്ടൺ ബുട്ടയിൽ ഈ ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ കളറിൽ മുമ്പ് കാണിച്ചിരുന്നു. അതൊക്കെ എടുത്തവർക്ക് ബോട്ടം പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതും 130 rupees per meter, 130 രൂപ. ഇനി ഹക്കോബയുടെ ടോപ്പ് എടുത്തിട്ട് ഇതുകൊണ്ട് നമ്മൾ ഈ വൈറ്റ് ലൈൻസ് വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് ബോട്ടം ചെയ്ത് കഴിഞ്ഞാലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടാണിൽ ഭംഗി ഉണ്ടാവും. പിങ്ക് ആൻഡ് വൈറ്റിൽ ടോപ്പ് ആൻഡ് മിഡി ചെയ്താലും ഭംഗി ഉണ്ടാവും. നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച ഹക്കോബയില്ലേ അങ്ങനെ. ഇനി നമ്മൾ കാണിച്ച കാന്തയിൽ അടുത്ത കളർ വരുന്നു ഇങ്ങനെ. ഇപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഇപ്പോൾ വരാറ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ അങ്ങനെയൊക്കെ ബോട്ടം. ഇതിൽ ഈ ഒരു ഫ്ലോറലിൻ്റെ ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്നത്, കോൺട്രാസ്റ്റ് പാറ്റേണിൽ. അപ്പോൾ ഇതിലൊരു യെല്ലോ വന്നതുകൊണ്ട് ആ ഒരു യെല്ലോയിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ഡിസൈനാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബോട്ടംസ് ഉണ്ട്. ഇതിലിപ്പോൾ പാരറ്റ് ഗ്രീനോ ഈ ഒരു മസ്റ്റാർഡിലോ പിങ്ക് ഏത് ബോട്ടം വേണമെങ്കിലും ചേരും. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഗ്രേ, ഈവൻ ബ്ലാക്ക് ബോട്ടം ഉണ്ടെങ്കിൽ പോലും ബോട്ടം നമുക്ക് വാങ്ങാതെ അങ്ങനെ ഒപ്പിക്കാം. പിന്നെ ഓറഞ്ച് ഉള്ളവർക്ക് അങ്ങനെയും ചേരും. ഇങ്ങനെ വരുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം ഇത് കറക്റ്റ് സെറ്റായിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഭംഗി. അതൊരു വേറൊരു സ്റ്റൈല്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വരുന്നു. 44 inch വിഡ്ത്ത്, 130 rupees per meter. കാന്ത കോട്ടൺ ആണ് ഇത്, പ്രിൻറ്റഡ് കാന്ത. അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ ലൈൻസ് പാറ്റേണിൽ ഡിസൈൻ വരുന്നു. ഇങ്ങനെ വരുന്നു.
അപ്പോൾ കാന്ത കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് കാന്ത കാംബ്രിക് ഒക്കെ നമുക്ക് ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽസാണ്. ഇനി അതിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് മെറൂണും ബ്ലാക്കും. നമ്മളെ കാന്തയിൽ എപ്പോഴും നമ്മൾ ഒരുപാട് ഡിസൈൻസ് മെറൂൺ ആൻഡ് ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ മെറൂണിൽ ചെറിയ ഡിസൈൻ വരുന്നവർക്ക് ഇതങ്ങനെ നോർമൽ കുർത്തി ലൈനിങ് ഇല്ലാതെ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ഓഫീസ് ഗോയിങ് അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് കുർത്തി ചെയ്യണമെങ്കിൽ നൈറ്റ് ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ്. 44 ഇഞ്ച് വെടുത്ത് 130 റുപ്പീസ് പെർ മീറ്റർ, 130 രൂപ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക്. അതിലും നമുക്ക് ഇഷ്ടം പോലെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇത് തമ്മിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നിങ്ങൾക്ക് യോക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചിട്ട് ചെയ്യാം. നൈറ്റ് ചെയ്യാനാണെങ്കിൽ നല്ലത്, കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല മെറ്റീരിയൽ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഷോർട്ട് വീഡിയോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഷെൽഫുകൾ ഒന്ന് ക്യാമറാമാനോട് ഷെൽഫിൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കുറേ പേര് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ ഷെൽഫിൽ കാണിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാണിക്കുമ്പോഴല്ല ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ അതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചു തരും. പക്ഷേ അവർക്ക് സാവകാശം കൊടുക്കണം. കാരണം ഓൺലൈൻ സെക്ഷൻ മുകളിലാണ്. അപ്പോൾ ഇതിന് 1 by 1 ആയിട്ട് ഓരോരുത്തരുടെയും ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് അതിലെന്താ കാര്യങ്ങൾ നോക്കി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് കാൽക്കുലേഷനൊക്കെ കൊടുത്ത് അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബാക്കിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ അവർ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ട് താഴത്തെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് താഴെ വരുമ്പോഴാണ് അവർ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിലെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ലൈനിങ് ചോദിക്കുന്നവരുണ്ടാവും, ബോട്ടം ചോദിക്കുന്നുണ്ടാവും, ദുപ്പട്ട ചോദിക്കുന്നുണ്ടാവും, അതൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ സാവകാശം കൊടുക്കണം എന്തായാലും, എന്നാലേ നമുക്ക് ക്ഷമാപൂർവ്വം കാത്തിരുന്നാലേ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും ഇങ്ങനെ ഇടയ്ക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതിന് എന്തായാലും ഇത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് ഇങ്ങനെ സമയം ഇല്ലാത്തത് കൊണ്ടേ. ഇപ്പോൾ തിരക്കും കൂടുതലല്ലേ. അപ്പോൾ സാവകാശം എന്തായാലും കൊടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗം ഇനി കാണിച്ചു തരാം. ബാക്കി ഇനി അടുത്ത ഭാഗങ്ങൾ കാംബ്രിക്കിൻ്റെ ബാക്കിലെ ഷെൽഫൊക്കെ ഇതൊക്കെ കലങ്കാരിയാണ്. കലങ്കാരിയുടെ വീഡിയോ വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സമയക്കുറവ് കൊണ്ടാണിത്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഈവനിങ് ഒരു മറ്റേ നമ്മൾ ടൈ ആൻഡ് ഡൈ ഹക്കോബ അത് അവൈലബിൾ ആണോ ചോദിച്ചാൽ കുറേ പേർക്ക് അവർ ഫോട്ടോ വിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ അവൈലബിൾ ആയ കളക്ഷൻസ് കാണിച്ചിട്ട് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോർട്ട്സും വീഡിയോ ഒക്കെ വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ഇവിടെ ബുട്ട ജോർജറ്റിൻ്റെ കളേഴ്സ് കേട്ടോ. ബുട്ട ജോർജറ്റ് എല്ലാം കളേഴ്സും ഉണ്ട് ഇവിടെ. ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കുമോ? അവിടെ കാണിച്ചപ്പോൾ പ്രിൻറ്റഡ് ഹക്കോബയായിരുന്നു. ഞാൻ ഈ ഷെൽഫിൻ്റെ അല്ലെങ്കിൽ മൊത്തം ഒരു വീഡിയോ എടുത്തിടാൻ പറ്റുമോ നോക്കാം, ഷോർട്ട് വീഡിയോ പോലെ. ഇത് ജോർജറ്റിൽ ഫാൻസി ടൈപ്പ് സംഭവങ്ങൾ. നമ്മുടെ പ്യുവർ ജോർജറ്റിൽ ഇതിങ്ങനെ വരുന്നു. നമ്മുടെ ബുട്ട ജോർജറ്റിൽ ഇത്രയും കളേഴ്സ് ഇവിടെ വരുന്നു. ഇങ്ങനെ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇക്കത്തൊക്കെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യട്ടെ. ബാക്കി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വൈറ്റ് ഹക്കോബ ഈ ഈസ്റ്റർ ഡേയിലേക്കാണെങ്കിൽ വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് സ്പീഡപ്പ് ആക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.